നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിൽ അഭയാർത്ഥികൾ കഴിയുന്ന 2 സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വീണ്ടും ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഫലസ്തീൻ അഭയാർത്ഥികളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാതെ അധിനിവേശ സേന വീണ്ടും വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് സ്കൂളുകളിൽ അഭയം തേടിയവർക്ക് നേരെ വീണ്ടും ബോംബിട്ടു. ഗാസ സിറ്റിയുടെ കിഴക്കൻ പ്രദേശത്തുള്ള അൽ സഹറ സ്കൂളിലും അബ്ദുൾ ഫതാത്ത് ഹമൂദ് സ്കൂളിലുമാണ് ബോംബിട്ടത്. ഇതിൽ 12 പേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് സംഘം അറിയിച്ചു. അൽ സഹറ സ്കൂളിൽ 7 പേരും ഹമൂദ് സ്കൂളിൽ 5 പേരുമാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഗാസയിലെ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടതായി വാഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗാസയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഖാൻ യൂനിസിലുള്ളവർക്ക് ഇസ്രായേൽ വീണ്ടും കൂട്ട ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി. ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. 10 മാസത്തിനിടെ കരവ്യോമാക്രമണങ്ങളിൽ കനത്ത നാശം വിതച്ച ശേഷമാണ് ഖാൻ യൂനിസിലേക്ക് ഇസ്രായേൽ സേന തിരിച്ചു വന്നത്. ജൂലൈ ആദ്യത്തിൽ ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേൽ സേന കൂട്ട ഒഴിപ്പിക്കൽ നടത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഗാസയിലെ 2.3 ദശലക്ഷം ജനങ്ങൾ പലതവണയായി പലായനം ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗവും അഭയാർത്ഥി ക്യാമ്പുകളിലെ തമ്പുകളിലാണ് കഴിയുന്നത്. ഭക്ഷണം, കുടിവെള്ളം തുടങ്ങിയവയുടെ ക്ഷാമം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്കിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ നഷ്ടമായത് കുട്ടികളടക്കമുള്ള പലരുടെയും ജീവനാണ്. ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 39,699 കവിഞ്ഞിരിക്കുന്നു. എന്നാൽ 91,722 പേർക്ക് അതിക്രൂരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ ഫലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നോർവേയുടെ 8 നയതന്ത്രജ്ഞരുടെ അംഗീകാരം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം റദ്ദാക്കി. ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചതുൾപ്പെടെ ഇസ്രായേൽ വിരുദ്ധ നടപടികൾക്കുള്ള ഒരു മറുപടിയാണിതെന്ന് മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇത് കടുത്ത തീരുമാനമാണെന്നും ഫലസ്തീൻ ജനതയെ സഹായിക്കാനുള്ള ശ്രമത്തെ ബാധിക്കുമെന്നും നോർവേജിയൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാത്ത് എയ്ഡെ പ്രതികരിച്ചു.